നമസ്കാരം, ഞാൻ മനോജ് ഇടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യാന്തര റബ്ബർ വിപണിയിൽ മലക്കം മറിച്ചിൽ. അമേരിക്ക ഏർപ്പെടുത്തിയ പുതിയ താരിഫുകൾ 3 മാസ കാലയളവിലേക്ക് മരവിപ്പിച്ചത് ഓഹരി വിപണികൾക്കൊപ്പം ഉൽപ്പന്ന വിപണികളിലും ആവേശമുളവാക്കി. US പ്രസിഡന്റിൽ നിന്നുള്ള പുതിയ പ്രഖ്യാപനങ്ങളെ തുടർന്ന് ജപ്പാനീസ് വിപണിയിൽ ഊഹക്കച്ചവടക്കാർ ഇടപാടുകളുടെ തുടക്കത്തിൽ വൻതോതിൽ വിൽപ്പനകൾ വാങ്ങിപ്പോയത് ഓഗസ്റ്റ് അവധിയെ 280 യെന്നിൽ നിന്ന് 303 യെന്നിലേക്ക് ഉയർത്തിയെങ്കിലും ഈ റേഞ്ചിൽ പിടിച്ചു നിൽക്കാൻ അല്പം ക്ലേശിക്കുന്നുണ്ട്. വാരാന്ത്യം ട്രേഡിംഗായ നാളെ 318 യെന്നിന് മുകളിൽ ഇടം കണ്ടെത്താനായില്ലെങ്കിൽ വിപണിയെ ബാധിച്ച മാന്ദ്യം നിലനിൽക്കാം. കേരളത്തിൽ വിലയിടാനുള്ള സാധ്യത കുറയുന്നു. വിദേശത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശത്ത് റബ്ബർ വില വൻ കുതിപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വൈകിട്ടത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ബാങ്കോക്കിൽ RSS1 187 രൂപ 62 പൈസ, RSS2 1 കിലോയ്ക്ക് 186 രൂപ 10 പൈസ, RSS3 1 കിലോയ്ക്ക് 184 രൂപ 71 പൈസ, RSS4 1 കിലോയ്ക്ക് 183 രൂപ 95 പൈസ, RSS5 1 കിലോയ്ക്ക് 182 രൂപ 81 പൈസ. ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ RSS4 ഒരു കിൻഡലിന് 973 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. RSS5 വിലയിലും 971 രൂപയുടെ വർധനവുണ്ട്. കേരളത്തിലെ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആശ്വാസം തരുന്നൊരു വാർത്തയാണ്. വിദേശത്തെ വിപണിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരളത്തിലെ റബ്ബർ വിലയും പോകുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.